സ്നേഹപ്പെട്ട എല്ലാവർക്കും പുതിയതിലേക്ക് സ്വാഗതം. സർവ്വബലവനാകുന്ന ദൈവമായ യഹോവ അറിയുന്നു. യോശുവയുടെ പുസ്തകം 22 വാക്യം. യോർദാൻ്റെ കിഴക്ക് താമസിച്ചിരുന്ന ഇസ്രായേൽ ഒരു വലിയ യാഗപീഠം പണിത് തെറ്റുകാരനെ ഉളവാക്കി. സമാധാന കൂടാരമല്ലാതെ മറ്റൊരു ഇടവും ആരാധനയ്ക്ക് ദൈവം അംഗീകരിച്ചിട്ടില്ലാതിരിക്കെ ഇതൊരു മത്സര നീക്കമായി മറ്റ് ഇസ്രായേൽക്കാർ കണക്കാക്കി. വലിയ സംഘർഷം ഉള്ളിലെടുത്തു. എന്നാൽ ഇത് യാഗപീഠത്തിൻ്റെ മാതൃക മാത്രമായിരുന്നു എന്ന് കിഴക്കേ ഗോത്രക്കാർ വിശദീകരിച്ചു. അവർ വരും തലമുറകളെ മറ്റ് ഇസ്രായേൽ ഗോത്രങ്ങളുമായുള്ള ആത്മീയ ബന്ധവും പാരമ്പര്യവും ഓർപ്പിക്കാനുള്ള ഒരു പ്രതീകമായിട്ടായിരുന്നു അവരെ നിർമ്മിച്ചത്. അവർ പറഞ്ഞു, സർവ്വബലവനായ ദൈവമായ യഹോവയെ അറിയുന്നു. ഭാഗ്യവശാൽ മറ്റുള്ളവർക്ക് അത് ബോധ്യമായി. എന്നാൽ സംഭവിക്കുന്നതെന്ന് അവർ കണ്ടു മനസ്സിലാക്കി ദൈവത്തെ സൂചിച്ച് മടങ്ങിപ്പോയി. യഹോവ സർവ്വഹൃദയങ്ങളെയും പരിശോധിക്കുകയും വിചാരങ്ങളും നിരൂപണങ്ങളും ഗ്രഹിക്കുകയും ചെയ്യുന്നതുകൊണ്ട് ഓരോരുത്തരുടെയും താല്പര്യങ്ങൾ അവിടത്തേക്ക് അറിയാം. ആശയക്കുഴപ്പങ്ങളുടെ സന്ദർഭങ്ങളിൽ ദൈവത്തോട് നാം സഹായം അഭ്യർത്ഥിച്ചാൽ നമ്മെ തന്നെ വിശദീകരിക്കുന്നതിനും മറ്റുള്ളവരുടെ ചെയ്തികൾ ക്ഷമിക്കുന്നതിനും ഒക്കെ ദൈവം ഇടവരുത്തും. ഐക്യം നിലനിർത്താനായി പാടുപെടുമ്പോഴും നമുക്ക് ദൈവത്തിലേക്ക് തിരിയാം. മറ്റുള്ളവരുമായുള്ള ഐക്യത്തിന് നിങ്ങൾ എത്രത്തോളം മൂല്യം കൽപ്പിക്കുന്നുണ്ട്? ചിലപ്പോഴെങ്കിലും മറ്റ് വിശ്വാസികളെപ്പോലെ സ്നേഹപൂർവ്വം വിയോജിക്കേണ്ടി വരുമെന്ന് യാഥാർത്ഥ്യമല്ലേ? പ്രാർത്ഥിക്കാം. ദൈവമേ, എൻ്റെ ഏറ്റവും വലിയ താല്പര്യവും അങ്ങേ ബഹുമാനിക്കുക എന്നായിരിക്കണമേ. ഇപ്പോൾ വ്യത്യാസങ്ങളുണ്ടാകുമ്പോൾ ശ്രദ്ധാപൂർവ്വം കേൾക്കുന്നയാളും താഴ്മയോട് സംസാരിക്കുന്ന ആളുമായി എന്നെ മാറ്റണമേ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. പുതിയ ദിവസം പുതിയ അനുഭവങ്ങൾ ആദ്യം നിറക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.